ഒളിച്ചോടിയവർക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഒരുപക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തന്നെയാണ് ഒളിച്ചോടുന്നവരുടെ എണ്ണം കേരളത്തിൽ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരും ഒളിച്ചോട്ടത്തെ ചൂസ് ചെയ്യുന്നത് കല്യാണത്തിന് ശേഷമാണ്. ഭർത്താവുമായിട്ടുണ്ടാവുന്ന സ്വരച്ചോർച്ചയോ അതല്ലെങ്കിൽ ആ വീടുമായി അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ആ സമയത്ത് മറ്റാരെങ്കിലും അവരുമായി അടുപ്പം പുലർത്താൻ ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ ആ വലയിൽ വീഴുകയും അവരുമായി ഒളിച്ചോടി പോവാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന കൂടുതൽ പേരും ഭർത്താവിന്റേതോ തന്റേതോ ആയിട്ടുള്ള സ്വർണങ്ങളോ മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളോ കൊണ്ട് തന്നെയാണ് കാമുകന്റോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നത്. എന്നാൽ ഇവർക്ക് പിന്നീട് സംഭവിക്കുന്നത് വളരെ ദാരുണമായ സംഭവങ്ങളാണ്. അതോടൊപ്പം തന്നെ വിവാഹത്തെ സ്വപ്നം കാണുന്ന ഒരുപാട് പെൺകുട്ടികളും പ്രണയവലയിലകപ്പെട്ട് ഒളിച്ചോടാൻ തീരുമാനിക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ഒളിച്ചോടുന്നവരിൽ 90% പിന്നീട് വർഷങ്ങളോ മാസങ്ങളോ കൊണ്ട് തന്നെ ബന്ധം വേർപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടുപിരിയാൻ ഇവർ നിർബന്ധിതരാവുകയോ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ പിന്നീട് വീണ്ടും വീട്ടിലേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി മരണമായതുകൊണ്ട് അതിനെ തന്നെ തെരഞ്ഞെടുക്കുകയാണ് പലരും ചെയ്യാറ്. എന്നാൽ ഇങ്ങനെയുള്ള വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് പിന്നീടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറിയവർ ഒരുപാട് പേരുണ്ട്. സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിനെയും വീട്ടുകാരെയും എല്ലാവരെയും ഉപേക്ഷിച്ച് മറ്റുള്ളവന്റെ ഒപ്പം ഒളിച്ചോടിപ്പോയ പലവരുടെയും അവസ്ഥ ദാരുണം തന്നെയാണ്. അങ്ങനെ ഒളിച്ചോടിയ 90% പേരും പിന്നീട് മരണത്തിന് കീഴടങ്ങുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ മറ്റു പല കേസുകളിൽ അകപ്പെടുകയും സെക്സ് റാക്കറ്റ് പോലുള്ള സംഘങ്ങളിൽ അകപ്പെടുകയും പിന്നീട് മാനം വിറ്റ് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയും അവർക്കുണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഈ അടുത്ത് കോഴിക്കോട് നിന്ന് മാല മോഷ്ടിച്ചതിന്റെ പേരിൽ 2 ദമ്പതികളെ പിടികൂടുകയും എന്നാൽ പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അതിൽ പിടിക്കപ്പെട്ട ഷാഹിന എന്ന പെൺകുട്ടി ഒരു ഗൾഫുകാരന്റെ ഭാര്യയായിരുന്നു എന്നതും എന്നാൽ പിന്നീട് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളോടൊപ്പം ഒളിച്ചോടുകയുമായിരുന്നു ചെയ്തത്. ഒളിച്ചോടിയതിനു ശേഷമാണ് താൻ ഒളിച്ചോടിയ കാമുകന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഇവർക്ക് മനസ്സിലാകുന്നതും പിന്നീട് ജീവിക്കാൻ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവർ ഇവനോടൊപ്പം തന്നെ ചേരുകയും ജീവിതം വഴിമുട്ടിയപ്പോൾ മോഷണത്തിന് കാമുകൻ തന്നെ പ്രേരിപ്പിക്കുകയും അതനുസരിച്ച് മോഷ്ടിക്കാൻ ശ്രമിക്കുകയും അതിനിടയിൽ പിടികൂടുകയും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നല്ലൊരു ഗൾഫുകാരന്റെ ഭാര്യയായി നന്നായി ജീവിക്കേണ്ട ആ പെൺകുട്ടിയുടെ അവസ്ഥ പിന്നീടുണ്ടായ ദയനീയതയോടെ കേരളം തന്നെ കണ്ടതാണ്. അതിലുപരി 30-40 പെണ്ണിട്ട സ്ത്രീകൾ 20-19 വയസ്സുള്ള കുട്ടികളോടൊപ്പം ഒളിച്ചോടുന്നതും ഒരു ട്രെൻഡിംഗ് ആണ്. ഇങ്ങനെ പോകുന്ന കൂടുതൽ പേരും പിന്നീട് മരണത്തിൽ തന്നെയാണ് ഇവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കലാശിക്കുന്നത്. സ്വന്തം മതത്തെ ഉപേക്ഷിച്ച് അന്യമതസ്ഥനോടൊപ്പം ഓടിപ്പോകുന്നവർക്കും പിന്നീട് സംഭവിക്കുന്നത് ഇതേ ഗതി തന്നെയാണ്. അതിൽ ഇങ്ങനെ ഒളിച്ചോടിയ കാമുകനും കാമുകിയും സ്വയം ആത്മഹത്യ ചെയ്യുന്നതും ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു ടൈലറിംഗ് തൊഴിലാളിയുടെ ഭാര്യ 3 വയസ്സുകാരന്റെ അമ്മ കൂടിയായ ആ സ്ത്രീ അയൽവാസിയായ ഒരു കാമുകനോടൊപ്പം ഒളിച്ചോടി പോവുകയും പിന്നീട് 2 വീട്ടുകാരും അവരെ ഒഴിവാക്കുകയും എന്നാൽ ജീവിതം വഴിമുട്ടിയപ്പോൾ പിന്നീട് ജീവിക്കാൻ നിർവാഹമില്ലാതായപ്പോൾ എല്ലായിടത്തും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും മാത്രം അവർക്ക് തുണയായപ്പോൾ 2 പേരും ചേർന്ന് ഒരു ലോഡ്ജ് മുറിയിൽ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. എന്നാൽ മരണപ്പെട്ടതിന് ശേഷം ഇവരുടെ ഡെഡ് ബോഡി സ്വീകരിക്കാൻ വരെ വീട്ടുകാർ തയ്യാറായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ഒളിച്ചോട്ടങ്ങളുടെ അവസാനം. എന്നാൽ ഇതിലും പരിതാപകരമാണ് കൂടുതലായും ഒളിച്ചോടിപ്പോയ ഭർത്താക്കന്മാരുടെയും മാതാപിതാക്കളുടെയും അവസ്ഥ. ഒരു പെണ്ണിനെ നോക്കാൻ കഴിവില്ലാത്തവൻ എന്ന രീതിയിൽ ഭർത്താവിനെതിരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ആളുകളും കുറവല്ല. അതിൽ മനംനൊന്ത് ജീവിതം നഷ്ടപ്പെടുത്തുന്നവരും ഒരുപാടുണ്ട്. അതേപോലെ തന്നെ സ്വന്തം മകൾ കാരണം തനിക്കുണ്ടായ മാനഹാനി ഭയന്ന് ജീവിതത്തെ അവസാനിപ്പിക്കുന്ന മാതാവും പിതാവും ഒരുപാടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതുവരെയുള്ള കേരളത്തിലെ ഒളിച്ചോട്ടങ്ങളുടെ ചരിത്രം. ചുരുക്കി പറഞ്ഞാൽ 5% ആളുകൾ പോലും ഒളിച്ചോടിയതിനു ശേഷം മനസമാധാനത്തോടെ ജീവിച്ച ചരിത്രമില്ല എന്നതാണ് യാഥാർത്ഥ്യം.